നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 943rd day. Today 26th sloka of Prathama Skandam 11th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 943 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുദം. ശ്രീ പരമാനന്ദനാഥനായി അദ്വൈത ദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി ഭൂദേശനാം നാരായണൻ മമ മന്ദതമാചനം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ശ്ലോകം. ഓം തത്സത്. ശ്രിയോ നിവാസോ യസ്യോര പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. ഓം തത്സത്. ശ്രിയോ നിവാസോ യസ്യോര പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിലെ 10ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ സ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 26ാമത്തെ ഈ ശ്ലോകത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ എന്തുകൊണ്ടാണ് ദ്വാരകാവാസികൾക്ക് ഭഗവാനെ കണ്ടിട്ടും മതി വരാത്തത്, അത്രയ്ക്കും എന്താണ് ഭഗവാന്റെ മഹാത്മ്യം എന്താണ് എന്ന് വർണ്ണിക്കുകയാണ്. എത്ര വർണ്ണിച്ചാലും തീരാത്ത ഒരു ശ്ലോകമാണിത്. ഇത് പദം പിരിക്കേണ്ടത് ശ്രിയോ നിവാസോ യസ്യ ഉര പാനപാത്രം മുഖം ദൃശാം ബാഹവ ലോകപാലാനാം സാരംഗാണാം പദാംബുജം എന്നാണ് പദം പിരിക്കേണ്ടത്. അതായത് യസ്യ യാതൊരുത്തൻ്റെ ഉര മാറിടം ശ്രീദേവിയുടെ വാസസ്ഥാനം മുഖം വദനം ദൃശാം കണ്ണുകൾക്ക് പാനപാത്രം കുടിപ്പാനുള്ള യോഗ്യസ്ഥാനം ബാഹവ കൈകൾ ലോകപാലന്മാരുടെ വാസസ്ഥാനം സാരംഗാണാം സാരത്തെ എടുക്കുന്നവർക്ക് പദാംബുജം പാദകമലം വാസസ്ഥാനം. അതായത് ഭഗവാന്റെ എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ദർശനം എത്ര കണ്ടിട്ടും നമുക്ക് മതിയാവാതിരിക്കുന്നത്, ദ്വാരകാവാസികൾ എന്നും കണ്ടുകൊണ്ടിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് തൃപ്തി വരാത്തത് എന്ന് പറയുകയാണ്. ശ്രീകൃഷ്ണൻ്റെ മാറിടം ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമാണ്. മുഖം ജനങ്ങളുടെ കണ്ണുകൾക്ക് സൗന്ദര്യ അമൃതം പാനം ചെയ്യുന്നതിന് യോഗ്യമായിട്ടുള്ളതാണ്. എത്ര കുടിച്ചാലും തീരാത്ത സൗന്ദര്യമാണ് ആ ഭഗവാന്റെ മുഖം. കൈകൾ ഇന്ദ്രാദി ലോകപാലന്മാരുടെ എല്ലാ അഷ്ടദിക്പാലന്മാരും എല്ലാ പാലന്മാരുടെയും വാസസ്ഥാനമാണ്. പാദകമലം ശ്രീകൃഷ്ണ മഹാത്മ്യത്തിൻ്റെ പാടിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഭക്തന്മാർക്ക് ഇരിപ്പാനുള്ള സ്ഥാനമാണ്. ഇത്രയും മഹാത്മ്യമുള്ള ആ ദിവ്യവിഗ്രഹത്തെ നിത്യം കാണുന്നവർക്കും കണ്ടത് മതി എന്ന് തോന്നാത്തതിൽ അത്ഭുതമില്ല, ആശ്ചര്യമില്ല എന്ന് സാരംഗാണാം പാദത്തെ കൈകൾ വരെ പറഞ്ഞിട്ട് പിന്നീട് സാരംഗാണാം എന്ന് പറഞ്ഞത് ആ സാരം എന്നുള്ള വാക്ക് പല വിധത്തിലും എടുക്കാവുന്നതാണ് എന്നാണ്. നാനാർത്ഥമാണ്. സാരത്തിന് വളരെ അധികം അർത്ഥം കൽപ്പിക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും അവനവനുടെ യുക്തിക്കും ഭക്തിക്കും അനുസരിച്ച് ആ സാരം എന്നുള്ള വാക്ക് എടുക്കാം. സാരംഗം എന്ന് പറഞ്ഞാൽ ആ ഭഗവാനെ തന്നെ സാരമായിട്ട് എടുത്തിട്ടുള്ള ഭക്തന്മാരാണ്. ഭഗവാനെ തന്നെ സർവസ്വവുമായി കരുതുന്ന ഭക്തന്മാരായിട്ട് കരുതാം. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും സാരം ഗ്രഹിക്കുന്ന
ബ്രഹ്മാവ് മുതലായിട്ടുള്ളവരെ കരുതാം. അല്ലെങ്കിൽ ഭഗവാന്റെ മഹിമയെ വർണ്ണനം ചെയ്യുന്നവർ എന്നെടുക്കാം. അല്ലെങ്കിൽ സാരത്തെ, കർമ്മഫലത്തെ എടുക്കുന്ന കർമ്മികൾ എന്നെടുക്കാം. അങ്ങനെ പല വിധത്തിലും ആ സാരം കാണാം. എന്നുള്ള സാരം എന്നുള്ള വാക്ക് എടുക്കാം. അപ്രകാരം എല്ലാവിധത്തിലുള്ള ആ സാരത്തെ എടുക്കുന്നവർക്കും ആ ഭഗവാന്റെ സർവസ്വവും നിറഞ്ഞിട്ടുള്ള ആ പാദകമലമാണ് ആശ്രയസ്ഥാനം. അപ്രകാരം എല്ലാവരുടെയും ഭഗവാനെ ഇച്ഛിക്കുന്ന എല്ലാവരുടെയും വാസസ്ഥാനമായിട്ടുള്ള പാദമുള്ള ആ ഭഗവാനെ എത്ര കണ്ടാലും മതി വരില്ല എന്നാണ് പറയുന്നത്. എല്ലാവരെയും ഭഗവാൻ തൻ്റെ പാദത്തിൽ സ്വീകരിക്കുന്നു. എങ്ങനെയുള്ളവരായാലും ആ പാദത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പരമമായ മുക്തി ലഭിക്കും എന്നുള്ളതിന് സംശയമില്ല. പാദത്തെ ആശ്രയിക്കുവാനുള്ള മനസ്സ്, ബുദ്ധി ഉണ്ടാവുക മാത്രമാണ് വേണ്ടത് എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ശ്രിയോനിവാസോ യസ്യോര പാനപാത്രം മുഖം ദൃശാം ബാഹവോ ലോകപാലാനാം സാരംഗാണാം പദാംബുജം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.